മലയാളം ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കളർ റേഞ്ചിനെ കുറിച്ചാണ്. ഇവിടെ മെനുവിൽ സെലക്റ്റിൽ കളർ റേഞ്ച്. കളർ റേഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ വരുന്നത് നമുക്ക് വളരെ വ്യക്തമായി ഒരു ഇമേജിൽ നിന്നും ചില ഭാഗങ്ങൾ സെലക്ട് ചെയ്യുന്നതിനും അതിൻ്റെ ഡീറ്റെയിലോടുകൂടി സെലക്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയാണ് കളർ റേഞ്ച് ഉപയോഗിക്കുന്നത്. വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് സെലക്ട് ചെയ്യാൻ മറ്റു പല ടൂൾസും ഉണ്ട്. ഇവിടെ മാജിക് ബാൻഡ് ടൂൾ ഉണ്ട്, അല്ലെങ്കിൽ ലാസോ ടൂൾസ് ഉണ്ട്, മാർക്കി ടൂൾസ് ഉണ്ട്. അങ്ങനെ പല ഉപയോഗങ്ങൾക്കുള്ള ടൂൾസ് ഉണ്ട്. ഇത് കാണുന്ന ഇമേജിൽ ഈ വൈറ്റ് ക്ലൗഡ്സ് വേറെ ഒരു ഇമേജിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളതാണ്. ഈ ലെയറിൽ നമുക്ക് കാണാവുന്നതാണ്. കളർ റേഞ്ച് ഉണ്ട്, മാജിക് ബാൻഡ് ഉണ്ട്. മാജിക് ബാൻഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കൊന്ന് ക്ലോസ് ചെയ്തതിൻ്റെ ഒറിജിനൽ ഇമേജ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്, ഈ ബ്ലൂ സ്കൈയിൽ കാണുന്ന ഈ വൈറ്റ് ക്ലൗഡ്സ് ഉള്ള ഇമേജാണ് ഇതിൻ്റെ ഒറിജിനൽ ഇമേജ്. ഇതിൽ നിന്നും ഈ വൈറ്റ് ക്ലൗഡ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ട് രീതിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് മാജിക് ബാൻഡ് ഉപയോഗിച്ചും, ഇവിടെ മാജിക് ബാൻഡ് ഉപയോഗിച്ച് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഇമേജിനെ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ഇതാ. കുറേയൊക്കെ ഡീറ്റെയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എഡ്ജസ് നമുക്ക് കണ്ടാൽ അറിയാം, അത്ര ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയിലല്ല അത് കിട്ടിയിരിക്കുന്നത് നമുക്ക്. എന്നാൽ അത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ കളർ റേഞ്ച് ഉപയോഗിച്ച് ഞാൻ സെലക്ട് ചെയ്ത ആ ക്ലൗഡ്സ് ഉണ്ട്. ഇതാ, ഇത് മാക്സിമം അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയും അതിന് ഉള്ളതുകൊണ്ട് അത് തന്നെ നല്ലൊരു ഫീച്ചറാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഈ ഇമേജിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇമേജ്, ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ്. ഞാൻ ഫ്ലാറ്റൺ ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പോൾ ആ ഇമേജ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്, ആ ഫയൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുകയാണ്. അതിൽ നിന്ന് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ലെയറുകളെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തു. ഇനി ആദ്യം നമുക്ക് മാജിക് ബാൻഡ് ഉപയോഗിച്ച് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ മാജിക് ബാൻഡ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇവിടെ സെലക്ട് ചെയ്തു. ഞാൻ ഷിഫ്റ്റ് ഉപയോഗിച്ച് വീണ്ടും മറ്റ് ഏരിയാസിൽ സെലക്ട് ചെയ്യുകയാണ്. അതിൽ മറ്റൊരു മാർഗമുണ്ട്. സെലക്ട് സിമിലർ കൊടുത്തു നോക്കാം. ഇല്ല, സിമിലർ കൊടുക്കുമ്പോൾ അത് കൂടുതൽ ഏരിയയിലേക്ക് സെലക്ഷൻ പോവുകയാണ്. അതിനെ അൺഡു ചെയ്യുന്നു. കമാൻഡ് സി ഇൻ മാക് അല്ലെങ്കിൽ കൺട്രോൾ സി ഇൻ വിൻഡോസ്. ടോളറൻസ് 80 ആണ്. അത് കുഴപ്പമില്ല, അത് അങ്ങനെ കിടക്കട്ടെ. ഞാൻ ഷിഫ്റ്റ് ഉപയോഗിച്ച് മറ്റു ക്ലൗഡ്സിനെയും സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെലക്ട് ആയിരിക്കുകയാണ്. ഇനി അതിനെ കോപ്പി ചെയ്ത് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പ്ലേസ് ചെയ്യണം. കൺട്രോൾ ജെ അല്ലെങ്കിൽ കമാൻഡ് ജെ ഇൻ മാക്കിൻടോഷ്. ആ സെലക്ഷൻ മാത്രം കോപ്പിയായി മറ്റൊരു ലെയർ ആയി അവിടെ പ്ലേസ് ആയിരിക്കുകയാണ്. അതിന് ഞാൻ മാജിക് ബാൻഡ് എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ. ഇനി എനിക്ക് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പുതിയൊരു ലെയർ എടുക്കുന്നു. ഒരു ഗ്രേഡിയൻറ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാം. കളർ എടുക്കുന്നു. ആദ്യം ഞാൻ ഒരു യെല്ലോ ഫില്ല് കൊടുക്കുന്നു. ഓപ്ഷൻ അല്ലെങ്കിൽ ഓൾട്ട് ബാക്ക് സ്പേസ് ആണ് ഫില്ലിന് കൊടുക്കുന്ന ഷോർട്ട് കട്ട്. ഇവിടെ ഞാൻ അതിലൊരു ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നു. ഗ്രേഡിയൻറ്റ് ടൂൾ ജി ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് കളറിൽ പോകുന്നു. കളറിനെ ഒരു റെഡ് കളർ എടുത്തിട്ട് ഞാൻ ഷിഫ്റ്റ് ഉപയോഗിച്ച് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി മാജിക് ബാൻഡ് ഉപയോഗിച്ച് ഞാൻ എടുത്തിരിക്കുന്ന ഈ ലെയർ, അതായത് ഈ ക്ലൗഡ്സ്, ഈ ക്ലൗഡ്സിൻ്റെ ഈ ബ്ലൂ ഭാഗങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഒറ്റയടിക്ക് നമുക്കതിനെ മാറ്റാവുന്നതാണ്. ഞാൻ അതിൻ്റെ ബ്ലെൻഡ് മോഡിലേക്ക് പോകുന്നു. ബ്ലെൻഡ് ഓപ്ഷൻസ്, ലെയർ ബ്ലെൻഡ് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ അതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഡാർക്ക് ആൻഡ് മൾട്ടിപ്ലൈ, കളർ ബേൺ, അങ്ങനെ. ഇതിൽ ലൂമിനോസിറ്റി സെലക്ട് ചെയ്യുന്നു. ഇതാ, ഇപ്പോൾ അത് ആ ബാക്ക്ഗ്രൗണ്ടുമായി മാക്സിമം ബ്ലെൻഡ് ആയിരിക്കുകയാണ്. എങ്കിലും നമുക്കതിനൊന്ന് കുറച്ചുകൂടി ക്ലോസപ്പ് നോക്കാം. ആ ബ്ലൂ ഏരിയയുടെ ഭാഗങ്ങൾ ഇപ്പോഴും അതിൽ കൂടുതലായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്ലൗഡിനെ കളർ റേഞ്ച് ഉപയോഗിച്ചൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഞാൻ ആ ലെയർ ക്ലോസ് ചെയ്യുകയാണ്. രണ്ട് ലെയർ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ നമുക്കുണ്ട്. ഇനി ഞാൻ സെലക്ട് കളർ റേഞ്ചിൽ പോകുന്നു. ഇവിടെ നമുക്കതിനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഫസിനെസ് കാണുന്നുണ്ട്. ഫസിനെസ് വാല്യൂ 174 ആണ് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ കിടക്കുന്നത്. സെലക്ഷൻ ആണ് നമുക്കിവിടെ ആവശ്യം. ഇപ്പോൾ ഇതിന് ഡാർക്കാണ് കാണുന്നത്. ഇവിടെ ഐ ഡ്രോപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. ഇതാ, നമ്മൾക്കിപ്പോൾ ആ സെലക്ഷൻ ഏരിയ മാത്രം നമുക്കിവിടെ കാണുന്നുണ്ട്. ബൈ ഡിഫോൾട്ടായിട്ട് സെലക്ഷനിലാണ് കിടക്കുന്നത്. ഇനി ഇമേജ് കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കതല്ല ആവശ്യം, സെലക്ഷനാണ് ആവശ്യം. ഇവിടെ ഞാൻ കളർ റേഞ്ച് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത് വൈറ്റ് ക്ലൗഡ്സിനെയാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫസിനെസ് ഒന്ന് കുറയ്ക്കണമെന്നുണ്ട്. കാരണം ഇവിടെ താഴെയൊക്കെ ഒരുപാട് വൈറ്റ് ഏരിയ സെലക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ എനിക്ക്
സെലക്ഷൻ പ്രിവ്യൂ പല രീതിയിലും കാണാൻ പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ബ്ലാക്ക് മേറ്റ് ആയിട്ട് കാണാൻ പറ്റും, വൈറ്റ് മേറ്റ് ഉണ്ട്, ക്വിക്ക് മാസ്ക് ഉണ്ട്. എനിക്ക് ഗ്രേ സ്കെയിലാണ് കാണേണ്ടത്. എൻ്റെ ഫസ്റ്റിനെസ് ഞാൻ അല്പം കുറയ്ക്കുകയാണ്. അത്രയും ആവശ്യമില്ല എനിക്ക്. കാരണം അത്രയും വന്നു കഴിഞ്ഞാൽ കൂടുതൽ വൈറ്റ് സെലക്ഷൻ ആയി പോകും. ചിലപ്പോൾ ബ്ലൂ ഏരിയയിലേക്ക് കൂടുതൽ സെലക്ഷൻ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് എടുക്കുന്നു. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഓക്കെ കൊടുത്തു. ഇപ്പോൾ മാക്സിമം ആ ക്ലൗഡ്സിനെ സെലക്ട് ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ മാജിക് ബാൻഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തപ്പോൾ ഉണ്ടായ സെലക്ഷൻ പോലെയല്ല നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇവിടെ ആ ക്ലൗഡ്സ് മാത്രമാണ് സെലക്ഷൻ ആയിരിക്കുന്നത്. ഇനി അതിന് ഞാൻ കോപ്പി ചെയ്യുന്നു. Ctrl+J അല്ലെങ്കിൽ Command+J ഇൻ മാക്കിൻടോഷ്. ഇവിടെ അത് കോപ്പി ചെയ്തു. ഇനി അതിനെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഞാൻ ഓപ്പൺ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ മുൻപിൽ കൊണ്ടുവരികയാണ്. ഇനി അതിൻ്റെ ബ്ലെൻഡ് മോഡ് നമുക്ക് ലൂമിനോസിറ്റിയിലേക്ക് മാറ്റാം. ഇതാ, ഇപ്പോൾ നമുക്കത് പരിശോധിക്കാവുന്നതാണ്. അതിൻ്റെ മാക്സിമം ഡീറ്റെയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ സൈഡിൽ ആ ബ്ലൂ സ്കൈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗങ്ങൾ ഒട്ടും തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതല്ല. എന്നാൽ ആ മാജിക് ബാൻഡ് വെച്ച് സെലക്ട് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നം നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതാണ് കളർ റേഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു ഇമേജിൽ നിന്നും അതിൻ്റെ ഭാഗങ്ങളെ വളരെ ഭംഗിയായി വളരെ പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ സെലക്ട് ചെയ്ത് മറ്റ് ഇമേജിൽ പ്ലേസ് ചെയ്യുന്നതും മറ്റു വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.